KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് S7 ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സിൻ്റെ മൊഡ്യൂൾ 1 തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഒരു മെഷീനിലെ റൊട്ടേറ്റിംഗ് എലിമെൻറ്റിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് താഴെ എഴുതിയേക്കണം. ഇതെല്ലാം ഡേറ്റ ബുക്കിലുണ്ട്. അപ്പോൾ പേജ് നമ്പറാണ് നമ്മളവിടെ എഴുതി വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആ പേജ് നമ്പർ പഠിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് എഴുതാൻ പറ്റും. പിന്നെ എന്തൊക്കെ ബേസിസിലാണ് നമ്മൾ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് അടുത്തത് നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്, ടോർക്കും ബെൻഡിങ്ങും അത് രണ്ടും കമ്പൈൻ ചെയ്തും, അതുപോലെ ആക്സിയൽ ലോഡ് കമ്പൈൻ ചെയ്ത് ടോർക്കും ബെൻഡിങ് മൊമെൻറ്റും കമ്പൈൻ ചെയ്ത്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ആ സ്ട്രെങ്ത് ബേസിസ് ഡിസൈൻ ഉണ്ട്. പിന്നെ റിജിഡിറ്റീനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അവിടെ ടോർഷണൽ റിജിഡിറ്റിയും ലാറ്ററൽ റിജിഡിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് ഇക്വേഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് താഴെ നമ്മൾ മെൻഷൻ ചെയ്തേക്കണം. ഇത് ഓൾറെഡി നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നമുക്കതൊക്കെ എഴുതാവുന്നേ ഉള്ളൂ. അങ്ങനെ ആ ഇക്വേഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാഫ്റ്റ് ഡിസൈൻ ഓൺ റിജിഡിറ്റി എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാഫ്റ്റ് ടോർഷൻ കാരണം ഒത്തിരി ട്വിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് നമ്മൾ എത്തണം. അപ്പോൾ എത്രത്തോളം ട്വിസ്റ്റ് ചെയ്തു ആ തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ക്വസ്റ്റ്യന് തരും. ആ തീറ്റയാണ് നമ്മളവിടെ എഴുതിയേക്കണേ. അത് വെച്ചിട്ട് നമുക്ക് അതിന് ഡയമീറ്റർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തരികയാണെങ്കിൽ നമുക്ക് തീറ്റ വെച്ച് ഇങ്ങനെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ ഓഫ് ട്വിസ്റ്റിന് നമ്മുടെ പുള്ളിയുടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആയിട്ട് ഒരിക്കലും തെറ്റിപ്പോകാതെ നോക്കണം. അടുത്തതായിട്ട് ലാറ്ററൽ റിജിഡിറ്റിനെ ബേസ് ചെയ്തുള്ള ഡിസൈനാണ്. ഇവിടെ നമ്മുടെ ഷാഫ്റ്റ് ഒരിക്കലും ഒരു പരിധി കൂടുതൽ ഡിഫ്ലക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ബേസിസിലാണ് നമ്മൾ ഡിസൈൻ കൺസിഡർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഷാഫ്റ്റിന് പ്രോബ്ലം ചെയ്തപ്പോൾ CM ഉം CT ഒക്കെ ടേബിളിൽ പോയിട്ട് എടുത്തിരുന്നു ഫൈനൽ ഇക്വേഷനിൽ. അതിനെയാണ് നമ്മൾ ASME കോഡ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാഫ്റ്റ് ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല. എപ്പോഴും ഒരു ഷോക്കോ ഫാറ്റിഗോ അല്ലെങ്കിൽ ഇമ്പാക്റ്റിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ ഷാഫ്റ്റിനെ അഫക്റ്റ് ചെയ്യും. അത് നമ്മൾ ഡിസൈനിലേക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ടേമുകളാണ് CM ഉം CT. അതുപോലെ തന്നെ നമ്മുടെ ഷാഫ്റ്റിൽ കീവേസ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എടുക്കുന്ന സ്ട്രെസ്സിൽ വ്യത്യാസം വരും. ഇപ്പോൾ കീവേ വിത്ത് കീവേയും വിത്തൗട്ട് കീവേയും വരുമ്പോൾ ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കണം എന്നുള്ള ഇക്വേഷൻസാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കണം. അപ്പോൾ അതും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സ്ട്രെസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. അടുത്തതായിട്ട് ക്രിട്ടിക്കൽ സ്പീഡാണ്. അപ്പോൾ ഒരു ഷാഫ്റ്റ് അതിൻ്റെ റൊട്ടേഷൻ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ അടുത്തെത്താണെങ്കിൽ ആ ഷാഫ്റ്റ് പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമുക്കതിലൊരു റെസൊണൻസ് ഉണ്ടാകും. ഈ സ്പീഡിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു ഡെറിവേഷൻ നോക്കാം. നമ്മൾ ഹോളോ ഷാഫ്റ്റിനെയും സോളിഡ് ഷാഫ്റ്റിനെയും സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെങ്ത്തിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം, ഹോളോ ഷാഫ്റ്റിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെയും ടോർക്കിൻ്റെ ഇക്വേഷനാണ് നമ്മളവിടെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ Kക്ക് 0 എന്നും DOക്ക് D എന്ന് കൊടുക്കാൻ നമുക്ക്. അങ്ങനെ നമുക്ക് സോളിഡ് ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ അവിടെ നിന്ന് കിട്ടും. അവിടുന്ന് ഹോളോ ഷാഫ്റ്റിൻ്റെയും സോളിഡ് ഷാഫ്റ്റിൻ്റെയും ഇക്വേഷൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുക. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കാണുന്ന ഫൈനൽ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഇതാണ് കമ്പാരിസൺ ഓഫ് സ്ട്രെങ്ത്ത്. അടുത്തായിട്ട് നമ്മൾ കമ്പാരിസൺ ഓഫ് സ്റ്റിഫ്നെസ്സാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ടോർഷൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് Sന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. അപ്പോൾ S എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ്സാണ് T/θ. അപ്പോൾ നമ്മൾ ടോർഷൻ്റെ ഇക്വേഷനിൽ നിന്ന് T/θയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വയ്ക്കും. അതിലേക്ക് നമ്മൾ പോളാർ മൊമെൻ്റ് ഫിനിഷ് Jയുടെ ഹോളോൻ്റെയും സോളിഡിൻ്റെയും ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് സ്റ്റിഫ്നെസ്സിൻ്റെ ഹോളോൻ്റെയും സോളിഡിൻ്റെയും ഇക്വേഷൻ കിട്ടും. അതിൻ്റെ റേഷ്യോ നമ്മൾ എഴുതും. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് ആണുള്ള ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തും. ഈ രണ്ട് ഡെറിവേഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നോക്കണം. ഇത്രയാണ് നമ്മുടെ ഷാഫ്റ്റിൻ്റെ തിയറിനകത്തുള്ളത്. അടുത്തത് നമ്മുടെ ബെൽറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ട്. ബെൽറ്റിൻ്റെ തിയറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം മെറ്റീരിയൽ യൂസറാണ്, അതൊന്ന് വായിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലിപ്പിലേക്ക് പോകാം. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പായി പോകും ചില പർട്ടിക്കുലർ പോയിന്റിൽ, അതിൻ്റെ വെലോസിറ്റി കൂടുമ്പോഴോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ സഫിഷ്യൻ്റായിട്ട് ഇല്ലാത്ത സമയത്ത്. അതിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രീപ്പ് ഓഫ് ദി ബെൽറ്റ്. നമുക്കറിയാം, ബെൽറ്റിൻ്റെ രണ്ട് പാർട്ടിൽ രണ്ട് ടെൻഷൻ ഉണ്ടാവും, T1 ഉം T2 മുകളിലും താഴെയായിട്ട്. അപ്പോൾ
ഒരു സൈഡ് ടൈറ്റ് ആണെങ്കിൽ മറ്റേ സൈഡ് കുറച്ച് സ്ലാക്ക് അല്ലെങ്കിൽ ലൂസ് സൈഡായിരിക്കും. അപ്പോൾ ഇത് കാരണം ഒരു പാർട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും, ഒരു പാർട്ട് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇതൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാക്കും നമ്മുടെ ബെൽറ്റും അതുപോലെ പുള്ളിയുടെ സർഫസ് തമ്മിൽ. അതിനാണ് നമ്മൾ ക്രീപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് സ്ട്രെസ്സസ് എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. പിന്നെ നമ്മുടെ കണക്റ്റിംഗ് റോഡിൽ നിന്ന് നമുക്ക് തിയറി ചോദിക്കാറുണ്ട്. കണക്റ്റിംഗ് റോഡ് എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? നമുക്ക് കാസ്റ്റിങ്ങിലൂടെ, പൗഡർ മെറ്റലർജി, അതുപോലെ ഫോർജിങ്, അങ്ങനെ 3 മെത്തേഡാണുള്ളത്. അടുത്തായിട്ട് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. ബെൽറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ എഫക്റ്റ് കാരണം രണ്ട് സൈഡിലും, അതായത് നമ്മുടെ ടൈറ്റ് സൈഡിലും സ്ലാക്ക് സൈഡിലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മളിത് പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈനിങ്ങിൽ വരുന്ന കുറച്ച് ഇക്വേഷൻസാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്, അതൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കണക്റ്റിംഗ് റോഡിന് സ്ട്രെങ്ത്ത് വേണമെന്നുള്ള കാര്യം ഡിസൈനിങ്ങിൽ കൺസിഡർ ചെയ്യണം. പിന്നെ അതിന് ഹീറ്റ് ഡിസിപ്പേഷൻ കപ്പാസിറ്റി, സീലിംഗ്, ഓയിൽസൊക്കെ ലീക്ക് ആവാതിരിക്കാനുള്ള, അതുപോലെ ബെയറിങ്, അതിൻ്റെ സ്ട്രെങ്ത്ത്, അതുപോലെ മിനിമം വെയിറ്റ് വേണം നമുക്ക്. നോയ്സ്ലെസ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. പിന്നെ പിസ്റ്റൺ പിന്നൊക്കെ വേണ്ട സപ്പോർട്ട് വേണം. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് ഡിസൈൻ ചെയ്യാൻ. പിന്നെ അതിനും വേണ്ട മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസൊക്കെ നിങ്ങൾ 1-2 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 3 മാർക്സിനായതുകൊണ്ട് അത്രയും നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈനിൽ നമ്മൾ ആദ്യം ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻസാണ് കണ്ടുപിടിക്കേണ്ടി വരിക. പിന്നെ ക്രാങ്ക് പിന്ന്, അതുപോലെ പിസ്റ്റൺ പിന്നിൻ്റെ ഒക്കെ ഡയമീറ്റേഴ്സ്, ലെങ്ത്ത് കണ്ടുപിടിക്കുക. പിന്നെ ബോൾട്ട് ഡിസൈനിങ്, അതുപോലെ തിക്നെസ് ഓഫ് ദ ക്യാപ്പ്. ഇത്രയും സാധനങ്ങളാണ്. 4 സ്റ്റെപ്പാണ് അതിൻ്റെ ഡിസൈൻ പാർട്ടിനകത്ത് നമുക്കുള്ളത്. പിന്നെ നമുക്ക് പാർട്ട് എയിൽ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഐ സെക്ഷൻ. എന്തുകൊണ്ടാണ് കണക്റ്റിനുള്ള ഐ സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് റിഡക്ഷനാണ്. നമുക്കറിയാം ഹൈ സ്പീഡ് എഞ്ചിനിലൊക്കെ വെയിറ്റ് ഒരു വലിയ ഫാക്ടറാണ് അതിൻ്റെ പെർഫോമൻസിന്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ എച്ച് എന്നുള്ള പേര് വിളിക്കുന്ന ക്രോസ് സെക്ഷൻ ഉള്ള കണക്റ്റിംഗ് റോഡ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ മാസ് കുറവായതുകൊണ്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. പിന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലായതുകൊണ്ട് വൈബ്രേഷൻ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ മാസ് പ്രൊഡക്ഷൻ ഈസിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഐ സെക്ഷൻ ഡിസൈൻ ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പോൾ നമുക്കറിയാം DMEയിൽ പാർട്ട് ബിയിൽ അങ്ങനെ അധികം തിയറി ചോദിക്കാറില്ല, പാർട്ടിൽ 3 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും തിയറി നമ്മൾ എന്തായാലും ഒന്ന് വായിച്ചു വെച്ചിട്ട് പോവാം എക്സാമിന്.